ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ +2 ലെവൽ തസ്തികകളായ യൂണിഫോം ജോബ്സ് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങളെല്ലാവരും, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിന്റെ ഒരു ടിപ്പ് ക്ലാസ് ആണിത്. ഇംഗ്ലീഷ് ഒരുപാട് പാടാണ് പഠിക്കാൻ, അല്ലേ? പക്ഷെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 2003 മുതൽ 2025 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും അതിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനു വേണ്ടി ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒന്നും പിന്നെ റാങ്ക് ഫെയിൽ പോലും പഠിക്കണ്ട, കേട്ടാ. അപ്പൊ ഇനി അഥവാ നിങ്ങൾക്ക് അത് വേണം, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ടാലന്റിന്റെ ഈ പറഞ്ഞ അത്രയും ബുക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ലഭ്യമാവുന്നതായിരിക്കും. ഒരുപാട് പേര് ഈ ടെസ്റ്റ് അലഞ്ഞ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ചോദ്യം ശ്രദ്ധിക്കുക. PYQ ആണ്, മൊത്തം PYQ ആണ്. ഐ ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി. ഫെമിലിയർ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണമേ വരുള്ളൂ, അവിടെ വിത്ത്. ഫെമിലിയർ വിത്ത് എന്നേ വരുള്ളൂ. ഇതറിയാമെങ്കിൽ ഒരു മാർക്കാണ്. അടുത്ത, വിഷ്ണു ഈസ് ദി ഡാഷ് ബോയ് ഇൻ ദ ക്ലാസ്. വിഷ്ണു ആണ് ആ ക്ലാസ്സിലെ വളരെ ഉയരം കൂടിയ കുട്ടി എന്നാണ് ഉദ്ദേശിച്ചത്. ടാള്, ടാളറ്, ടാളസ്റ്റ് എന്ന് പറഞ്ഞു വരും. ദി ഉണ്ടെങ്കിൽ അവിടെ ടാളസ്റ്റ് എന്നേ വരുള്ളൂ. ടാളസ്റ്റ്, ടാള്, ടാളറ്, ടാളസ്റ്റ്, അതില് ദി ഉണ്ടെങ്കിൽ ടാളസ്റ്റ് എന്നേ വരുള്ളൂ. അതേപോലെയാണ് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ദി ഉണ്ടെങ്കിൽ അതേ വരൂ, ബെസ്റ്റേ വരുള്ളൂ. അതേപോലെയാണ് ഇവിടെ ദി ഉള്ളതുകൊണ്ട് ടാളസ്റ്റേ വരും, മൂന്നാമത്തെ ഫോമേ വരുള്ളൂ. അടുത്ത, ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. രാത്രി കളിക്കരുത്. ഇത് ഏത് ടൈപ്പ് സെന്റൻസ് എന്നാണ്? നമ്മൾ ഉപദേശമോ ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു മുൻകരുതലായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്, പഠിച്ചോണം. ഇമ്പരേറ്റീവ് സെന്റൻസ് പല ടൈപ്പിലുണ്ട്. ഇന്ററോഗേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കിലുള്ള സെന്റൻസ്. എക്സ്ക്ലമേറ്ററി ഉണ്ട്, അതിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. അസർട്ടീവ്, പ്രസ്താവന ചോദ്യം. പിന്നെ ഉള്ളതാണ് ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്, രാത്രി കളിക്കരുത്, ഒരു അപേക്ഷ, ഒരു റിക്വസ്റ്റ്, ഒരു ഉപദേശം, അങ്ങനെയുള്ളതൊക്കെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നത്. അടുത്തത്, കാരണം ക്വസ്റ്റ്യൻ മാർക്കിലുള്ള ക്വസ്റ്റ്യൻ അവർക്ക് അറിയാം ഇന്ററോഗേറ്റീവ് ആണെന്ന്. എക്സ്ക്ലമേറ്ററി മാർക്കുള്ളത് അവർക്ക് അറിയാം എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻ സെന്റൻസ് ആണെന്ന്. പിന്നെ ഇത് ചോദിച്ചാലേ എഴുതാൻ പറ്റാതെ വരുള്ളൂ, അതുകൊണ്ട് അതേ ചോദിക്കുന്നത്. ഇതൊക്കെയാണ് PSCയുടെ ഐഡിയ. നത്തിങ് വാസ് നോൺ എബൌട്ട് ഹിം. ക്വസ്റ്റ്യൻ ടാഗ് ഒരു മാർക്ക് ഉറപ്പായ ക്വസ്റ്റ്യൻ ആണ്. ഈ ടാഗ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരു മാർക്ക് ഉറപ്പായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നത്തിങ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ തന്നെ ഉദ്ദേശിച്ചോ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. കാരണം നത്തിങ് എന്നുള്ളത് നെഗറ്റീവാണ്. നത്തിങ്, നെവർ, സ്കേഴ്സ്ലി, ഡെയർലി, റെയർലി, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അത് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതൊന്നാമത്തെ റൂള്. അപ്പൊ ഇവിടെ തന്നെ വെർബ് ഇവിടെ ഉണ്ട്, വാസ്. വാസ് ഇറ്റ് എന്ന് വരും. വാസിന്റെ ഇറ്റ് എന്നാണ് വരേണ്ടിയിരുന്നത്, പക്ഷെ നത്തിങ് എന്നൊരു വാക്കുള്ളത് കൊണ്ട് വാസ് ഇറ്റ് എന്ന് വരും. വാസ് ഇറ്റ് എന്നാണ് വരുന്നത്, വാസ് ഇറ്റ്. ഓക്കെ അല്ലേ? അടുത്തത്, യു ക്യാൻ ട്രസ്റ്റ് ഹെർ, ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു. നിനക്ക് അവളെ വിശ്വസിക്കാം, കാര്യം അവൾ നിന്നെ ചീറ്റ് ചെയ്യില്ല. ഇവിടെ നമുക്ക് എഴുതേണ്ടത്, ഇവിടെ ഉത്തരം വില്ലാണ് വരുന്നത്. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്യാൻ ആണ് വന്നത്. ഇവിടെ കുഡ് വന്നിരുന്നെങ്കിൽ ഇവിടെ വുഡ് വന്നേനെ. ഇവിടെ ക്യാൻ വന്നതുകൊണ്ട് ഇവിടെ വില്ല് വരും. ഇത്രയേ ഉള്ളൂ. ഇവിടെ ക്യാൻ വന്നതുകൊണ്ട് ഇവിടെ V1 ഫോം വരും, വില്ല് വരും. ഹി ഈസ് ഡാഷ് ഹോണസ്റ്റ് മാൻ. ആർട്ടിക്കിള് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞു, എ ആൻഡ് ദി. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ദി ആണ്. ഇപ്പൊ PSC ക്വസ്റ്റ്യനിൽ എടുത്തു പറയുന്ന ഒരു സ്ഥലമോ എന്തെങ്കിലും സാഹചര്യം വരണമെങ്കിൽ ദി വരും. എയോ ആനോ അവിടെ കൊടുക്കാൻ പറ്റൂലെങ്കിൽ ഇവിടെ ഹോണസ്റ്റ് മാൻ, എച്ച് കണ്ടുകൊണ്ട് എ എഴുതി വെക്കരുത്, തെറ്റാണ്. ആനാണ്. കാര്യം എന്താണ്? ആൻ ഓണസ്റ്റ് മാൻ എന്നാണ് പറയുന്നത്. ഹോണസ്റ്റി എന്ന് പറയുമ്പോൾ ഹോണസ്റ്റി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എച്ച് അവിടെ ഉച്ചരിക്കൂല. ഓണസ്റ്റ് മാൻ എന്നാണ്. ഓണസ്റ്റ് മാൻ, എച്ച് സൈലന്റ് ആണ്. ഓണസ്റ്റ് മാൻ ഓയി തുടങ്ങും. മലയാളത്തിൽ ഓണസ്റ്റ് മാൻ, ഓണസ്റ്റ് എന്ന് വരും. ഓ എന്ന് പറഞ്ഞ യുവോ, അത് വൊവൽ സൗണ്ട് ആണ്. ഇത് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ നമ്മളെ ടിപ്പ് ക്ലാസിന്റെ ഒരു റീല് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഓണസ്റ്റ് മാൻ, ഓ എന്ന് പറഞ്ഞ വൊവൽ സൗണ്ട് ആണ്. അപ്പൊ ആനാണ് ഉത്തരം. ആൻ ഓണസ്റ്റ് മാൻ എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ, ആൻ ആപ്പിൾ എന്ന് പറയും. കാര്യം എന്താണ്? ആപ്പിൾ എന്ന് എഴുതുമ്പം ആപ്പിൾ ഇങ്ങനെയാണ്. മലയാളത്തിൽ പരിഭാഷ എഴുതി നോക്കണം. ആ എന്ന് പറഞ്ഞാൽ എ ശബ്ദമാണ്, വൊവലാണ്. ഇങ്ങനെയാണ് ആൻ വരുന്നത്.
വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. 5 വർഷമായിട്ട് അവർ നമുക്ക് അറിയാം പരസ്പരം, അല്ലേ? അപ്പൊ അവിടെ ഹാവ് നോൺ, ഹാവ് ഈ വന്നോണ്ട് ഹാവ് വരും. ഹാവ് പ്ലസ് V3 ഹാവ് നോൺ എന്ന് വരും. ഇംഗ്ലീഷ് ഇതേപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മാർക്ക് ചെയ്യാം. ഇംഗ്ലീഷ് മാത്രമല്ല, മലയാളം, മാത്സും അല്ല. ഈ സാധനം വേണമെങ്കിൽ എനിക്കൊരു ചെലവാവും. കാരണം ടാലന്റിന്റെ ആ ബുക്കിന് 2003 തൊട്ട് 2019 വരെയുള്ള ബുക്കിന് 450 രൂപയും 2019 തൊട്ട് 23 വരെയുള്ള ബുക്കിന് 850, 2 ഓളിയാണ്. പിന്നെ 24 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് 800 രൂപയാണ് വില. വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം, നമ്പർ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പൊ ചെയ്താൽ വളരെ പെട്ടെന്നായിട്ട് ഡെലിവർ ആവും, വേറെ പേടിക്കാനൊന്നുമില്ല. ഓക്കെ.